ഓപ്പോയുടെ ഓപ്പോ പാഡ് SE എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ പാഡ് SE എന്നുള്ള ടാബിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ പാഡ് SEയിൽ 11 ഇഞ്ചിന്റെ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. പിന്നെ ഫുൾ HD റെസൊല്യൂഷനാണ് ഇതിൽ വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1920x1200 ആണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു റെസൊല്യൂഷൻ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഓക്കെ എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഈ ഒരു ടാബിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന മറ്റ് ടാബുകളുടെ കാര്യം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ റെഡ്മി പാഡ് 2 എന്നുള്ള ടാബ്ലറ്റ് വരുന്നുണ്ട്. അതിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള 2.5K റെസൊല്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷനിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫുൾ HD റെസൊല്യൂഷൻ ഒരു പ്രശ്നമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതും ഓക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 85.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഇതിൽ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് 5000 nits ആണ് വരുന്നത്. പിന്നെ 16:10 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആവറേജ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനുമായിട്ട് വരുന്ന ചില ടാബുകൾ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിന്റെ വെയിറ്റ് വരുന്നത് 530 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.39 mm ആണ്. പിന്നെ ഈ ഒരു ടാബിന്റെ ട്വിലൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ സ്റ്റാർലൈറ്റ് സിൽവർ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G100 എന്ന പ്രോസസ്സറാണ് ഈ ഒരു ടാബിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറാണ് ഇത് എന്ന് പറയാവുന്നതാണ്. ഇപ്പോൾ ഫോണിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ടാബിളുടെ കാര്യത്തിൽ ഈ ഒരു പ്രോസസ്സർ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു ടാബിന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. ഈ ഒരു ടാബിന്റെ ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. ഇതിൽ വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ 6GB റാം 128GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. അതുപോലെ തന്നെ 8GB റാം 128GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. ഈ രണ്ട് വെർഷൻസിലും 4G സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൽ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ടാബിൽ വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പിന്നെ Android 15 ബേസുള്ള കളർവോയ്സ് സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ടാബിൽ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു ബാക്ക് ക്യാമറയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. പക്ഷേ ടാബ് എന്ന് പറയുന്നത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ടാബുകളുടെ കാര്യത്തിൽ ഓക്കെ ആണ് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 9340 mAh ബാറ്ററി ഈ ടാബിൽ വരുന്നുണ്ട്. ഇപ്പം ടാബുകളുടെ കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഒക്കെ തന്നെയാണ് ഇത്. പിന്നെ 33 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ചാർജിങ് സ്പീഡുമാണ് ടാബുകളുടെ കാര്യത്തിൽ. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഒരു ടാബിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം വെർഷന്റെ വില വരുന്നത് 13,999 രൂപയാണ്. ഇതിൽ വൈഫൈ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പിന്നെ 6GB റാം വെർഷന്റെ വില വരുന്നത് 15,999 രൂപയാണ്. ഇതിൽ 4G സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 8GB റാം വെർഷന്റെ വില വരുന്നത് 16,999 രൂപയാണ്. ഇതിലും 4G സപ്പോർട്ട് വരുന്നുണ്ട്. ജൂലൈ 12 മുതലാണ് ഈ ഒരു ടാബിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യലി ചില ഓഫർ ഉണ്ട്. 1000 രൂപയുടെ ഓഫർ കാര്യങ്ങളൊക്കെ ഇനീഷ്യലി ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബാണ് ഇത് എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പോൾ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറും തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത്. എന്നാലും കോമ്പറ്റീഷനിൽ റെഡ്മി പാഡ് 2 എന്നുള്ള ഒരു ടാബും കൂടി വരുന്നുണ്ട്. ഇപ്പം അതിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്.
അപ്പോൾ കോമ്പറ്റീഷനും കുറച്ച് ടൈറ്റാണ്. കോമ്പറ്റീഷനിൽ വേറെയും ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നോക്കാവുന്നതാണ്. അപ്പം അതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തിരക്കേടില്ലാത്ത നല്ലൊരു ടാബാണ് എന്ന് പറയാവുന്നതാണ്. പക്ഷേ കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റാണ്. റെഡ്മി പാഡ് 2 നല്ലൊരു കോമ്പറ്റീഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.